മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം, ഗൾഫ് പര്യടനം വിവിധ രാജ്യങ്ങളിലായി തുടരുകയാണ്. ഇന്ന് ദുബായിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ജമാൽ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. മുഖ്യമന്ത്രിയുടെ ദുബായ് പര്യടനം, നമ്മൾ ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ പ്രവാസികളുടെ ആവേശമൊക്കെ കണ്ടതാണ്. കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ കേൾക്കാനായി തടിച്ചു കൊടുത്ത ജനങ്ങൾ നിരവധി. നമുക്കെല്ലാവർക്കും നാട്ടിലെ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടത്തിൻ്റെ പ്രതീതിയാണ്. കഴിഞ്ഞ പല രാജ്യങ്ങളിലും മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ നിങ്ങൾ പ്രവാസി മലയാളികൾ ഒരുക്കിയത് ഗൾഫിലെയും ഇവിടെ ദുബായിലെയും കാഴ്ച വിഭിന്നമാകില്ല. കാരണം കേരളോത്സവത്തിൽ പങ്കെടുക്കാനാണ് CM അവിടെ എത്തുന്നത്. വിനീഷ, തീർച്ചയായും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, അതുപോലെ തന്നെ മറ്റ് ഒമാനിലൊക്കെ തന്നെ നമ്മൾ അബുദാബിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ, കേരളത്തിന്റെ ഭരണാധികാരിയെ സ്വീകരിക്കാനൊക്കെ എത്തിച്ചേർന്നത്. ദുബായിലും അതിനേക്കാൾ വലിയൊരു സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. അത് മാസങ്ങളായുള്ള ഒരു പ്രവർത്തനം അതിന്റെ പുറകിലുണ്ട്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ദുബായ് വിമാനത്താവളത്തിലെത്തും. ദുബായ് വിമാനത്താവളത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും. നാളെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കേരളോത്സവം. നാളെ ദുബായ് അമിറ്റി സ്കൂളിൽ വൈകിട്ട് 6:30 കേരളോത്സവത്തിന്റെ മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. അദ്ദേഹം ഈ പ്രവാസി മലയാളത്തെ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. നാളെ ഉച്ചയ്ക്ക് ഈ ദുബായിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളുമായി അല്ലെങ്കിൽ ബിസിനസ് പ്രമുഖരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി മുഖ്യമന്ത്രി സംവദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ സമാപനമാണ് ഈ ദുബായിൽ. നേരത്തെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പ്രവാസി ക്ഷേമ പദ്ധതികളടക്കം അല്ലെങ്കിൽ കേരളത്തിലെ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഒരു സർക്കാരിന്റെ നായകൻ, ആ നായകനെ കാണാൻ, ആ ഭരണാധികാരിയെ കാണാൻ ആ നിരവധിയായ പ്രവാസികളൊക്കെ തന്നെയും എത്തിച്ചേർന്ന് ദുബായിലാണെങ്കിൽ മറ്റ് എമിറേറ്റുകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം തീർച്ചയായും ഈ കഴിഞ്ഞ സർക്കാരിന്റെ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പ്രവാസികളോട് സംവദിക്കുന്നത്. പ്രവാസികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു വേദി കൂടി നാളെ ഈ ഉച്ചയ്ക്ക് ഈ ബിസിനസ് മീറ്റിന്റെ ഭാഗമായി തന്നെ സംഘാടകർ ഒരുക്കുന്നുണ്ട്. വലിയ ഒരുക്കങ്ങളാണ് ഈ ദുബായിൽ സംഘാടകർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയത്. 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ സ്വീകരണം ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. വളരെ ആവേശപൂർവ്വം തന്നെയാണ് ഈ UAE പ്രവാസി മലയാള സമൂഹം മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത്.